ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ദേഷ്യത്തോടെ ജലജയോട് സംസാരിക്കുകയാണ്. നിർമ്മലിനെ പോലീസ് പിടിക്കുകയാണെങ്കിൽ പിന്നാലെ തന്നെ ഇവിടെയുള്ള മറ്റാരെങ്കിലും കുടുങ്ങുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പം ജലജ പിന്നെ അതിന് വലിയ താല്പര്യം കൊടുക്കാത്ത രീതിയിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പോലീസിനൊന്നും പേടിയില്ല, പിന്നെ പോലീസുകാർ വീട്ടിൽ വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, അതിന് ഇതുവരെ പോലീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. ദേവയാനിയും പറയാണ്, ഇവള് പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്, നീ എന്തിനാ പോലീസിനെ ഭയക്കുന്നത്? അപ്പം ജലജ പറയുന്നുണ്ട്, ഏയ് പോലീസിനെ ഭയന്നിട്ടൊന്നും അല്ല ഏട്ടത്തി, പിന്നെ നമ്മളങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ദേവയാനി പറയാം, എന്തായാലും അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകൻ തന്നെയാണല്ലോ അഭിയും, അവൻ്റെ ഭാര്യയല്ലേ നവ്യ, അവനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുമ്പോൾ മുത്തശ്ശനല്ലേ അതിൻ്റെ ചീത്തപ്പേര് വരിക. അപ്പം നയന പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ മുത്തശ്ശൻ ഒരു ചീത്തപ്പേരുമില്ല, അന്വേഷണം മുറ പോലെ നടക്കണമെന്നാ മുത്തശ്ശൻ പറയുന്നത്, അതുകൊണ്ട് ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട. അപ്പം ജലജ പറയാണ്, ഇവളുടെ അഹങ്കാരം ഇരട്ടിച്ചിട്ടുണ്ട്, വീട്ടിൽ പോയി നിന്നതിൻ്റെ ഗുണമാ. അപ്പം നയന പറയാണ്, എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ അച്ഛനും അനിയത്തിയും മാത്രമാണ്, എൻ്റെ അനിയത്തി എന്നെ അനുസരിച്ച് ജീവിക്കുന്നവളാ, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനെ അനുസരിക്കുന്ന മകളും. ഒരിക്കലും എൻ്റെ അച്ഛൻ ഞങ്ങൾ ആരെയും അഹങ്കാരികളായി വളർത്തിയിട്ടില്ല. അപ്പം തന്നെ ദേവയാനി പറയുന്നുണ്ട്, അതെ നീ കൂടുതൽ സംസാരിക്കാതെ പോയേ. അപ്പം നയന പറയാണ്, പറയുന്നതിനൊക്കെ മറുപടി പറയണ്ടേ അമ്മേ, അതൊരു തെറ്റാണോ? നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നാ അനുഭവ സമ്പത്ത് ഒരുപാടുള്ള ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുള്ളത്. നയനയുടെ ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ തന്നെ ജലജ ദേവയാനോട് പറയുന്നുണ്ട്, ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്, അതൊക്കെയാണ് ഇവളീ തുറന്നു കാണിക്കുന്നത്. അപ്പം നയനെ സങ്കടത്തോടെ പറയാണ്, അതെ ഒരുപാട് ഭാരമുണ്ട്, അത് ഇറക്കി വെച്ചില്ലെങ്കിൽ ഈ ഉള്ളവരെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്. അവൾ സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. നയന അവിടുന്ന് പോകുന്ന കണ്ടപ്പോൾ ദേവയാനി ജലജയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഒന്നിനെക്കുറിച്ചുമല്ല, അവളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 ഡയലോഗ് കാച്ചിയതാ. എന്തായാലും അവൾക്ക് എന്തൊക്കെയോ മനപ്രയാസമുണ്ട്, അത് നല്ലതായിട്ടെത്തി, ജലജ സന്തോഷത്തോടെയാണ് പറയുന്നത്. നയന നേരെ പോയത് അനിയുടെ അരികിലേക്കാണ്. അവനാകെ കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെ എത്തിയിട്ട് നയനയും അതേ ടെൻഷനോട് തന്നെയാണ് സംസാരിക്കുന്നത്. അനിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പലതും ചിന്തിക്കുമല്ലോ, അതൊന്നും നമ്മൾ വിചാരിച്ചതുപോലെയല്ല എന്ന് പിന്നീടാണ് മനസ്സിലാവുക. നമ്മളെ പലരും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് എന്തൊക്കെയോ ഭയം വന്നതുകൊണ്ട് അനി ചോദിക്കുകയാണ്, അല്ല ഞാനിപ്പോൾ എന്താ ഏട്ടത്തിയെ ചെയ്തേ? അനിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു, അത്ര തന്നെ. നയന കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പം അനിയും പേടിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞൂടെ? അനിക്ക് എന്തുകൊണ്ടാണ് അനാമികയെ ഇഷ്ടമല്ലാത്തത്? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അവള് ഭയങ്കര ഓവർ സ്മാർട്ടാ, അതെനിക്കിഷ്ടമല്ല. അത് മാത്രമാണോ കാരണം? ഞാൻ പലപ്പോഴും അനിയോട് പറഞ്ഞിട്ടുള്ളതാ, അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം എന്നോട് തുറന്നു പറയണമെന്ന്. ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതല്ലാതെ എപ്പോഴെങ്കിലും ഈ വീട്ടിലുള്ളവരുടെ മനസ്സറിയാൻ അനി ശ്രമിച്ചിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നതേ അനി ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയും ഇഷ്ടവും ഇല്ലെങ്കിൽ ആ ബന്ധം അധിക കാലമൊന്നും മുന്നോട്ട് പോവില്ല. അതുപോലെ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളെ ആ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടണം. ഇവിടെ അനാമികയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു മരുമകൾ വരുന്നു എന്നാ എൻ്റെ അമ്മായിയമ്മ പോലും പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെയും എൻ്റെ ചേച്ചിയെയും ഈ വീട്ടിലുള്ളവർ മരുമക്കളായി കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അനി കുറച്ചുകൂടി ബോധത്തോടു കൂടി വേണ്ടേ ചിന്തിക്കാൻ? അനി എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ നയന പറയാണ്, കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ, പിന്നെ എന്താ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? നയന ആകെ സങ്കടത്തോടു കൂടിയാണ് അവിടുന്ന് പോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു. നയന വിഷമത്തോടു കൂടി ഹാളിലിരിക്കും. അങ്ങോട്ട് വന്ന് കനക ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്? അപ്പം നയന പറയാ, എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട്ടിനകത്ത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കനക പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നിൻ്റെയും നവ്യ മോളുടെയും എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം, പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതെന്നാ അമ്മ ആലോചിക്കുന്നത്. ആണും പെണ്ണും തമ്മിൽ ഒരു പരിധിക്കപ്പുറം കൂട്ടുകൂടുന്നത് ശരിയല്ലെന്ന് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയുന്നത് അതുകൊണ്ടാ. അപ്പം നയന പറയുന്നുണ്ട്, പക്ഷെ അവളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ അമ്മേ, ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കൂട്ട് ആൺകുട്ടികളുമായിട്ടാണ്, പക്ഷെ അവരാരുമായിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പിന്നെ ഇവിടെ മാത്രം എന്തെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ കനക പറയാണ്, അനിയെ കരാട്ട പഠിപ്പിക്കാനും മറ്റൊക്കെ ആയിട്ട് അവൾ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു. അറിയാം, അതൊക്കെ തന്നെയാ അടുപ്പത്തിലേക്ക് നയിച്ചതും. നയനയും പറയുന്നുണ്ട്, അവരിഷ്ടം പരസ്പരം മനസ്സിൽ കൊണ്ടു നടന്നു കാണും. അവസാനം അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തപ്പോഴാ രണ്ടുപേരുടെ ഉള്ളിൽ ടെൻഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. പുഞ്ചിരിച്ചുകൊണ്ട് കനകയും പറയുന്നുണ്ട്, അനി സത്യത്തിൽ വളരെ നല്ല പയ്യനാ, അഭിയേക്കാളും ഒത്തിരി നല്ലത്. അത് പിന്നെ പറയാനുണ്ട് അമ്മേ, ഈ വീട്ടിൽ ആദർശേട്ടനേക്കാളും നന്നായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അനിയാ. അവൻ ആൾക്കാരെ തിരിച്ചറിയാം. ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് അവൻ ആൾക്കാരോട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറുള്ളൂ. എന്നാൽ ഇവിടെ മാത്രം അവൻ്റെ തീരുമാനം തെറ്റിപ്പോയി. തീരുമാനം തെറ്റിന്നൊന്നും പറയാൻ പറ്റില്ല, നന്ദു വളരെ നല്ല കുട്ടിയാ, അതറിഞ്ഞിട്ടാവണം അവൻ അവളെ സ്നേഹിച്ചത്.
പക്ഷേ സാഹചര്യം എതിരായിപ്പോയി. ഒരിക്കലും അവരുടെ അടുപ്പത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പം തന്നെ കനക പറയുന്നുണ്ട്, പാവം ഗോവിന്ദേട്ടൻ വല്ലാത്ത ടെൻഷനില്ല മോളെ, ഇനി അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരും ഓരോന്ന് ചോദിക്കും. അതുകൊണ്ട് അമ്മ കല്യാണം കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിക്കുന്നത്. അപ്പം വിഷമത്തോടെ നയനയും പറയുന്നുണ്ട്, അത് മതി, ഈ വിഷയം ഞാൻ സോൾവ് ചെയ്തോളാം. എൻ്റെയും ചേച്ചിയുടെ ഇവിടുത്തെ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല. അതിനിടയിലേക്ക് അവൾ കൂടി വരാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അർഹതയില്ലാതെ കയറിയവരാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക ആദർശേട്ടൻ്റെ അമ്മയും അപ്പച്ചിയും ഒക്കെ. ആ പറച്ചിലിന് ശക്തി കൂട്ടാൻ ഒരാൾ കൂടി ഇങ്ങോട്ടേക്ക് വരണ്ട. അവർ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഇങ്ങോട്ടേക്ക് കയറി വരാൻ അർഹതയുള്ളവളാ അനാമിക. അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ. നയന സങ്കടത്തോടെ അവിടുന്ന് പോവുകയാണ്. അതേസമയം മുറിയിൽ ആദർശ് ഒരു ഫയൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഒരു ബോധമില്ലാത്ത രീതിയിൽ നയന വരുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട്, ഒരു സാധനം വെച്ചാൽ കാണില്ല. എൻ്റെ ആ പച്ച ഫയൽ കണ്ടോ? എനിക്കറിയില്ല. നയന അതേ ചൂടിൽ പറയാണ്, നീയല്ലേ എല്ലാം ഒതുക്കി വെക്കുന്നത്, പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാലോ? അപ്പം നയന ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആൾ വേണ്ടേ? ഞാൻ വരുന്നതിന് മുമ്പ് ആദർശേട്ടനല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? നീ എന്തിനാ അതിന് എന്നോട് ചൂടാവുന്നത്? എല്ലായ്പ്പോഴും എല്ലാവരുടെയും മൂഡ് ഒരുപോലെ ആവണമെന്നില്ല. നയന പറയാണ്, ദേ നിന്നെ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നെന്ന് കരുതി നീ അധികം അഹങ്കരിക്കണ്ട കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ അഹങ്കാരമൊന്നും കാണിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന പോലെ തിരിച്ചു കൊണ്ടുവിടാൻ എനിക്കറിയാം. ആദർശ് വാൺ ചെയ്യാണ്. കൊണ്ടുവിടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ തോന്നുവാണെങ്കിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. ഓ, പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നാലെ വന്ന് വിളിക്കുമല്ലോ. വിളിക്കണം എന്നില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് സുഖത്തിനും സന്തോഷത്തിനും ഒരു കുറവുമില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, പിന്നെ ഇതാണോ നിൻ്റെ നരകം? എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. പക്ഷെ ആദർശ് വിട്ടുകൊടുക്കുന്നില്ല. സംസാരിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പോവാ. പെട്ടെന്ന് ആദർശം ഒന്ന് ഞെട്ടുകയാണ്. നീ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടെങ്കിലും. നയന ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. നയന മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദർശിന് ടെൻഷനാവുകയാണ്. ദൈവമേ, ഇനി അവൾക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ. അവളെ അവളുടെ വീട്ടിലേക്ക് പോവോ? ആ കിരൺ പറഞ്ഞതാ, ഒരാൾ ചൂടാകുമ്പോൾ ഒരാൾ തണുക്കണമെന്ന്. ഞാനങ്ങ് തണുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദർശ് നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അരികിലേക്കാണ് പോകുന്നത്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, നയന ഇന്നിവിടെ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ? വഴക്കുണ്ടാക്കാനോ? ആ, ഇന്നവിടെ നല്ല ചൂടിലാണല്ലോ. അപ്പോൾ മുത്തശ്ശനാ പറയുന്നത്, നീയായിട്ട് തന്നെ ഉണ്ടാക്കിയ വഴക്കായിരിക്കും, അത് നീ തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, അവൾ മടങ്ങി വന്നതിന് ശേഷം ഞാൻ അവളുമായിട്ട് ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ വീട് വിട്ടു പോകണം, എന്നിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും വിഷമിക്കണം, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾ വിഷമിക്കുമെന്ന് ആരാ പറഞ്ഞത്? മോള് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ എന്നേ ഞങ്ങൾ പറയുള്ളൂ. മോൾ ഈ വീടിൻ്റെ ഐശ്വര്യ. ഇവിടെ മോളുള്ളത് നിനക്കും ഈ വീടിൻ്റെയും ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾക്കതൊക്കെ അറിയാം. എങ്കിലും മോൾക്ക് സമാധാനം കിട്ടുന്നത് മോളുടെ വീട്ടിലാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അതുപോലെ തന്നെ മുത്തശ്ശിയും പറയാണ്, അതെ അതെ, ഇനി ഞങ്ങളായിട്ട് മോളെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കില്ല. നിനക്കൊരു ഭാര്യയെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നീ മോളെ ഇവിടെ പിടിച്ചു നിർത്തണം. ആദർശ ആകെ പ്ലിങ്ങായ അവസ്ഥയിലാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭാര്യ ചൂടാവുമ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളോടാണോ ചോദിക്കുന്നത്? നീയല്ലേ അത് കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കേണ്ടതും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എന്താ പറയുന്നേ? ഇല്ല, അവളൊന്നും പറയുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഉള്ളിൽ വിഷമങ്ങളുള്ളതായിട്ട് തോന്നി. അപ്പം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭാര്യയുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ടത് ഒരു ഭർത്താവ് തന്നെയാണ്. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു പരാജയമായ ഭർത്താവാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. മുത്തശ്ശിയും പറയാണ്, ബിസിനസ്സിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുടുംബവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകുന്നവനെ വിജയമുണ്ടാവും. ആദർശ് ഒന്നും പറയാതെ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ക്രെഡിറ്റ് മോൾക്ക് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള ഡിസൈൻസുകളുമാണ് മോള് വരച്ചു തരുന്നത്. ഇന്ന് നീ MD ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയും മോൾക്കുണ്ട്. അപ്പോൾ ആദർശം പറയാണ്, അതിന് അവൾ വരാത്തതുകൊണ്ടല്ലേ. അത് MD കസേരയുടെ അടുത്തല്ല. അവൾ സമ്മതിക്കുകയാണെങ്കിൽ MDയുടെ ചെയർ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഒരുക്കാണ്. ഇപ്പം തന്നെ ഒരു ഡിസൈനർക്ക് എന്തുമാത്രം ശമ്പളം കൊടുക്കണം? മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇപ്പോഴുള്ള ഡിസൈനർമാരെ കൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നല്ല നീ തന്നെ പറയുന്നത്. അവിടെയാണ് നീ നയനമോളുടെ മഹാത്മ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനും അവൾക്ക് യാതൊരു അഹങ്കാരവും ഇല്ല. അവൾ അത്രത്തോളം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. ഇവിടെ വന്ന് നിൽക്കുമ്പോഴും മോളുടെ അച്ഛനെ സഹായിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടല്ലോ. കല്യാണം കഴിക്കുന്ന ഓരോ പെൺകുട്ടികളും, അതും ടാലൻ്റുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് കുടുംബത്തിൽ ഒതുങ്ങിക്കൂടുമെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു അമർഷം ഉണ്ടാവും. അതുകൊണ്ടാണ് 1-2 കുട്ടികളൊക്കെയായി 10-35 വയസ്സൊക്കെ ആകുമ്പോൾ ആ മതിൽക്കെട്ട് പൊളിച്ച് പുറത്തേക്ക് പോകണമെന്ന് അവർക്ക് തോന്നുന്നത്. അവിടെ അമിതമായ കൺട്രോൾ കൊണ്ടുവന്നാൽ ഉറപ്പായും പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. നീ ഇപ്പോഴുള്ള പല കുടുംബങ്ങളെ എടുത്തു നോക്ക്. അമിതമായ കൺട്രോൾ പെൺകുട്ടികളെ പുറത്തേക്ക് പോകാനുള്ള വഴി എളുപ്പത്തിലാക്കും. പഴയതുപോലെ അടുക്കളപ്പണിയും ചെയ്ത് അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവരല്ല ഇന്നത്തെ പെൺകുട്ടികൾ.
ആണിനൊപ്പം നിൽക്കുന്നവരാണ് ഇന്നത്തെ പല പെൺകുട്ടികളും. അപ്പം മുത്തശ്ശി ആദർശിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നയനമോൾക്ക് ഇങ്ങനെയുള്ള യാതൊരു സ്വഭാവവും ഇല്ല. നിന്റെ തണലിൽ ജീവിക്കാനാണ് അവൾക്ക് ഇഷ്ടം. പക്ഷെ നീ ഒരു പോത്തിനെ പോലെ പെരുമാറിയാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ പരിഹസിക്കുകയാണ്, മാറിയിട്ടുണ്ടെന്ന് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോഴും നിന്റെ അമ്മയുടെ മുന്നിൽ കൂടി ഭാര്യയുമായി പുറത്തു പോകാനുള്ള ധൈര്യം നിനക്കില്ലല്ലോ. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് പുറത്തു പോകണമെന്ന് തോന്നിയാൽ ഞങ്ങൾ പുറത്തു പോകും. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം ഭാര്യയ്ക്കും അമ്മക്ക് കൊടുക്കാനുള്ള സ്നേഹം അമ്മയ്ക്കും കൊടുക്കുക. അത് മുൻപും അങ്ങനെ തന്നെയാണ്. അതിന് അമ്മ വിലങ്ങ് തടിയാണെങ്കിൽ ചില സമയത്ത് അമ്മയെ മൈൻഡ് ചെയ്യരുത്. ആദർശ് അതൊക്കെ അംഗീകരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നയനമോളുടെ ദേഷ്യം മാറ്റണം കേട്ടോ നീ. അതും ആദർശ് അംഗീകരിച്ച് അവനോടൊന്ന് പോകുമ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ നയനമോൾക്ക് പെട്ടെന്നൊരു ദേഷ്യം വരാൻ കാരണം? അറിയില്ല. അതേസമയം ദേവയാനി ആകെക്കൂടെ ദേഷ്യത്തോടു കൂടിയാണ് ഉമ്മറത്തിരിക്കുന്നത്. അങ്ങോട്ട് വന്നിട്ട് ജലജ എരികേറ്റുന്നുണ്ട്. അതെ, അവൾക്ക് വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയേട്ടത്തി. അവൾ പോയാ നമ്മൾ കഷ്ടപ്പെടുന്ന അവൾക്കറിയാം. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം പോയതാണോ എന്നറിയില്ല. അപ്പോൾ ദേവയാനി പറയാണ്, അവളെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കി. ഇപ്പോൾ ഇതാ അവളുടെ അമ്മയും അടുക്കളയിൽ കയറുന്നുണ്ട്. അവളോട് കടുപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാവരും ഇപ്പോൾ അവൾക്ക് സപ്പോർട്ടാണല്ലോ. അത് ഇപ്പോഴായിട്ടല്ലല്ലോ, അവൾ വന്ന സമയം മുതൽ അങ്ങനെ തന്നെയല്ലേ? ജലജയും പറയുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ആദർശ് വരുന്നത്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ എങ്ങോട്ടാണ് ചാടിത്തുള്ളി പോയത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അറിയില്ലേ? അപ്പോൾ നിന്നോട് പറയാതെയാണ് അവൾ പോയത്. അത് ചിലപ്പോൾ ആ കല്യാണിയോ മറ്റോ കാണാൻ പോയതായിരിക്കും. എടാ, നീ അവളുടെ ഭർത്താവല്ലേ? അപ്പോൾ എവിടെ പോവാണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് വേണ്ടേ അവൾ പോവാൻ? അപ്പോൾ ജലജ പറയാ, അവളും അവളുടെ ചേച്ചിയൊന്നും ഇവർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നില്ല ചേച്ചി. അവരൊക്കെ അങ്ങ് തോന്നിയ പടി മുന്നോട്ട് പോവുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയുള്ള തോന്നിയാസൊന്നും ഇവിടെ നടക്കില്ല. അതെന്താ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? അപ്പോൾ ആദർശ് പറയാണ്, അമ്മേ, അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിന്നാൽ ഇവിടത്തെക്കാളും സന്തോഷവും സുഖവും സമാധാനവും കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ തന്നെ നിന്നോളാൻ പറ. എന്തിനാ ചാടിത്തുള്ളി ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ജലജ പറയാ, അതിന് അവളായിട്ട് വന്നതല്ലല്ലോ, അവളെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ ഇവിടെ ഒരാൾ. അത് ശരിയാ, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ അഹങ്കാരം ഇപ്പോൾ അവളുമാർ കാണിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അവൾ വന്ന ശേഷാ നിങ്ങൾ രണ്ടുപേരും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയത്. ഞങ്ങളുടെ ഉറക്കം പോയാലും സാരിയില്ല, അവൾ ഇവിടെ നിൽക്കാത്തതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ ജലജയം പറയുന്നുണ്ട്, അതെ, അവൾ പോയപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നല്ലേ? അപ്പച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സമയത്ത് വീട്ടിനകത്ത് ആരുടെ മുഖത്തും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ആദർശ് ജലജയോട് പറയാണ്, അമ്മയുടെ കഷ്ടപ്പാട് ഒരുപാടായപ്പോഴാ മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ പോയി വിളിച്ചത് അവളെ. നീ കള്ളം പറയരുത് ആദർശേ, നിന്റെ മുത്തശ്ശൻ അവളെ വിളിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ പോയിട്ട് വരുമ്പോൾ തന്നെ അവരവളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അവളില്ലാതെ ഇവന് ജീവിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഏട്ടത്തി. അതുകൊണ്ടാ അവളിങ്ങനെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആദർശ് അതിന് മറുപടി ഒന്നും പറയാതെ അവിടുന്ന് മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, എന്നാലും നീ ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ല ആദർശേ. അതിനവൾ വീട്ടിലോട്ടേക്ക് പോയതെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ എങ്ങോട്ടാ പോയതെന്ന്? ജലജ ചോദിക്കുകയാണ്. അപ്പം എന്താ ആദർശം പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ പോകുമ്പോൾ, അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നോ അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? പിന്നെ എനിക്കതല്ലേ പണി. എടാ, അവൾ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മരുമകളുടെ എല്ലാ അർഹതയോടും കൂടിയാ അനാമിക മോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ കൊച്ചു വരുമ്പോഴെങ്കിലും നിന്റെ ഭാര്യയുടെ ഈ അഹങ്കാരം അവസാനിപ്പിക്കാൻ നീ അവളോട് പറയണം. അവൾ തിരിച്ചു വരുവാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ ഫോണിൽ വിളിച്ച് പറയൊന്നും വേണ്ട. ജലജയം പറയാണ്. അപ്പോൾ ആദർശ് രണ്ടുപേരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, പുതിയ മരുമോള് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നല്ലതാണോ മോശമാണോ എന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, എടാ, അവൾ ഇനി ഇത്തിരി മോശമായാലും ഒരു കുഴപ്പമില്ല. നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന കുടുംബം അവരുടേത്. ഇതൊന്നുമില്ലാതെ കയറി വന്നിട്ട് നമുക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നതാ ബുദ്ധിമുട്ട്. അപ്പോൾ ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ നയനയുടെ കഴിവുകൾ കൊണ്ട് കമ്പനിക്ക് കിട്ടിയ നേട്ടങ്ങൾ നോക്കുമ്പോൾ അത് മറ്റെന്തിനേക്കാളും മുകളിലാണെന്ന് അമ്മ മനസ്സിലാക്കണം. അത് ഓർക്കാതെ പോകുന്നത് നന്ദി കേടാ. ആദർശ് അവിടുന്ന് പോകുന്ന സമയത്ത് ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും എരികേറ്റാൻ വേണ്ടി ജലജ പറയാണ്, കേട്ടല്ലോ പറഞ്ഞത്, കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കിയവളെ അവൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഇനി അവൾ എന്ത് കാണിച്ചാലും അതൊന്നും കണ്ടില്ല കേട്ടില്ല നടിച്ച് അമ്മയും അപ്പച്ചിയും ഒക്കെ ജീവിക്കണം. അവൻ പറഞ്ഞതിൻ്റെ ആ ധ്വനി അങ്ങനെയാണ്. ദേവയാനി ഒന്ന് എരികേറ്റിയപ്പോൾ ജലജയ്ക്ക് ചെറിയൊരു മനസ്സമാധാനം ഉണ്ടായി. എന്നിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതും ആലോചിച്ചുകൊണ്ട് ദേവയാനി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.